ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ജനുവരി മാസ ഫലമാണ്. ജനുവരി മാസത്തിൽ കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായ കാര്യം സർവേശ്വരകാരകനായ വ്യാഴം ഇഷ്ടഭാവത്തിൽ സ്ഥിതി ചെയ്യും. അതായത് 4ാമിടത്ത് ഇടവം രാശിയിൽ സുഖസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ധനസ്ഥാനത്തിൻ്റെയും സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൻ്റെ അധിപൻ കൂടിയായ ആ വ്യാഴം ആ 4ാമിടത്ത് നിൽക്കുമ്പോൾ പല വിധത്തിലുള്ള സുഖ അനുഭവങ്ങൾ വന്നു ചേരും. എന്നിരുന്നാലും വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും ദുരിതങ്ങളിലും രോഗങ്ങളിലും കടങ്ങളിലും ഒക്കെ പെട്ടുകിടക്കുന്ന വളരെ വലിയ ഒരു ജനാവലി തന്നെ ഈ കുംഭം രാശിക്കാരായിട്ടുണ്ട്. അതായത് ഏറ്റവും ദുരിതപൂർണമായ 7ര ശനി ജന്മത്തിൽ അനുഭവിക്കുന്ന മാസങ്ങളാണ് കടന്നു പോകുന്നത്. അപ്പോൾ 7ര ശനി തീരുവാനായിട്ട് മാർച്ച് 30 വരെ ഉണ്ട് തന്നെ. ആയതിനാൽ വളരെയധികം ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉള്ള ഈ കാലത്ത് ചില ഭാഗ്യാവസ്ഥകളും സുഖാനുഭവങ്ങളും വന്നു ചേരുന്ന ഒരു മാസമാണ് ജനുവരി മാസം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. ഗ്രഹനില നോക്കുന്നതിനായാലും മറ്റ് പൊരുത്തങ്ങൾ നോക്കുന്നതിനോ വിവാഹ തടസ്സമായാലും തൊഴിൽ തടസ്സമൊക്കെ നോക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായി. ശത്രുദോഷം നോക്കുന്നതിനും അവസരമുണ്ട്. ഈ രാശിക്കാർക്ക് ആരോഗ്യം പൊതുവെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. അതായത് ജന്മത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ പൊതുവെ പല കാര്യങ്ങൾക്കും അലസത വന്നു വിടുകയും ദുർമേധസ് വളരുകയും കഫസംബന്ധമായിട്ടോ വാദസംബന്ധമായിട്ടോ ഒക്കെ ചില അസുഖങ്ങൾ സൂചകമാണ്. അതായത് ആരോഗ്യകാര്യങ്ങളിലും ഭക്ഷണ കാര്യങ്ങളിലും മറ്റ് ദൈനംദിന കാര്യങ്ങളിലുമൊക്കെ അലസത വന്നു വിടുക. ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവർ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുവാൻ വളരെ ശ്രദ്ധിക്കണം. പ്രായമായവരും ഒക്കെ. അല്ല എങ്കിൽ അധിക ക്ലേശങ്ങൾ, അധിക പണച്ചെലവുകൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, അതുപോലെ തന്നെ രോഗം മൂർച്ഛിക്കുന്നതിനൊക്കെ അത് കാരണമാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി വരും. ദൈവാധീനം ഉണ്ട്. തൊഴിൽ പുരോഗതി വന്നു ചേരും. തൊഴിലൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് ഈ നക്ഷത്രക്കാര്. അതായത് അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് തൊഴിലൊക്കെ നഷ്ടപ്പെട്ടവർക്ക് പുതിയ ഒരു തൊഴിൽ പ്രവേശിക്കുവാൻ 2025 ഭാഗ്യം വന്നു ചേരുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെയാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. വിദ്യാകാരകനായിരിക്കുന്ന ബുധൻ്റെയും മറ്റ് നിപുണയോഗപ്രദനായിട്ട് നിൽക്കുന്ന ബുധൻ്റെ ദൃഷ്ടി വിദ്യാഭാവത്തിലേക്കുള്ളതിനാൽ വിദ്യാവിജയങ്ങൾ വന്നു ചേരും. ഏതൊരു രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ ദേഷ്യം വർദ്ധിക്കുകയും അതുപോലെ തന്നെ രൂക്ഷമായ വാക്കുകൾ പ്രയോഗിക്കുക വഴി നല്ല മിത്രങ്ങൾ പോലും ശത്രുക്കളാകുവാൻ സൂചനയുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല അനുകൂലമായ ഒരു കാലമാണ്. വിദേശത്തായിരിക്കുന്നവർക്കും നല്ലതാണ്. വിദ്യാകാര്യത്തിനായിട്ടായാലും തൊഴിൽ കാര്യത്തിനായിട്ടായാലും ഒക്കെ പോയിരിക്കുന്നവർക്ക് വളരെ നല്ല ഒരു അനുകൂലമുള്ള ഒരു സമയമാണ്. 4ാം ഭാവാധിപത്യവും അതുപോലെ തന്നെ 9ാം ഭാവാധിപത്യവുമുള്ള രാജയോഗകാരകനാണ് 12ാം ഭാവമായ ബ്രഹ്മസ്ഥാനത്ത് നിൽക്കുന്നത്. ആയതിനാൽ സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്ക് ജനുവരി മാസത്തിൽ അഭിവൃദ്ധികൾ വന്നു ചേരും. അങ്ങനെ രാജയോഗകാരകനായ ആ ശുക്രൻ ജനുവരി മാസത്തിൽ തന്നെ കുംഭം രാശിയിലേക്ക് പകരുകയും ചെയ്യുമ്പോൾ കൂടുതൽ ഐശ്വര്യങ്ങളാണ് വന്നു ചേരുക. അപ്പോൾ
തേജസ് വർദ്ധിക്കുകയും ഉന്മേഷം വർദ്ധിക്കുകയും തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നു ചേരുകയും വാഹന സംബന്ധമായിട്ടും കുടുംബപരമായിട്ടും സന്തോഷമുള്ള കാലം, ഭാഗ്യാവസ്ഥകൾ കൂടുതൽ വന്നു ചേരും, ആരോഗ്യം മെച്ചപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ശുക്രൻ്റെ കുംഭം രാശിയിലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകുക. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനുമൊക്കെ നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. കൃഷിരംഗത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവരായാലും മറ്റ് IT മേഖലകളിൽ ഉള്ളവരായാലും മെഡിക്കൽ രംഗത്തിലുള്ളവരായാലും ഒക്കെ ഒരു പുരോഗതികൾ വന്നു ചേരും. ഏറ്റവും പ്രധാനമായിട്ട് ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. നീരാഞ്ജനം തെളിയിക്കുക, അല്ലെങ്കിൽ ഗണപതി ഹോമം വഴിപാട് ചെയ്യുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും വളരെ ശ്രേയസ്കരമാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കൂടുതൽ അഭിവൃദ്ധികളും അതുപോലെ തന്നെ ദോഷങ്ങളൊക്കെ മാറുന്നതുമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.